നമസ്കാരം. ദ ലീഡറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ പെരിയ. കേരള രാഷ്ട്രീയത്തിൽ കാലം കാത്തുവച്ച ചില കാവ്യനീതികളുണ്ട്. ശത്രുവെന്നും മിത്രമെന്നുമുള്ള വേർതിരിവുകൾക്കപ്പുറം ജനാധിപത്യത്തിൻ്റെ വലിയൊരു സൗന്ദര്യം തെളിയുന്ന നിമിഷങ്ങൾ. അത്തരമൊരു അത്യപൂർവവും നാടകീയവുമായ കൂടിക്കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാൾ സാക്ഷ്യം വഹിച്ചത്. സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ചിത്രം. ആലപ്പുഴയുടെ പുതിയ UDF MLA AD തോമസ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കൈകളിൽ ചേർത്തു പിടിച്ചു നിൽക്കുന്നു. പിണറായി വിജയന്റെ മുഖത്താകട്ടെ കൗതുകം നിറഞ്ഞ ഒരു പുഞ്ചിരി. തൊട്ടടുത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് പുതിയ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇരിപ്പുണ്ട്. ഒറ്റ നോട്ടത്തിൽ കേവലം ഒരു രാഷ്ട്രീയ സൗഹൃദ സംഭാഷണം എന്ന് തോന്നാമെങ്കിലും ഈ ചിത്രത്തിന് പിന്നിൽ കനലൊടുങ്ങാത്ത ഒരു വലിയ രാഷ്ട്രീയ ചരിത്രമുണ്ട്. നമുക്ക് കുറച്ച് മാസങ്ങൾ പുറകോട്ട് സഞ്ചരിക്കേണ്ടി വരും. സ്വാഭാവികമായും കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലം, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെ നവകേരള സദസ്സ് പ്രയാണം നടത്തുന്ന കാലം. അന്ന് ആലപ്പുഴയിലെ ഒരു സാധാരണ യൂത്ത് കോൺഗ്രസ് നേതാവ് മാത്രമായിരുന്നു AD തോമസ്. നവകേരള ബസ്സിന് നേരെ കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കാൻ AD തോമസിന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം യുവാക്കൾ തെരുവിലിറങ്ങി. എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക സുരക്ഷാ ജീവനക്കാരും ഗൺമാനും ചേർന്ന് AD തോമസിനെ തെരുവിൽ ക്രൂരമായി മർദ്ദിച്ചൊതുക്കി. തല തകർന്ന് ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന AD തോമസിന്റെ ചിത്രം അന്ന് കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ചു. എന്നാൽ ഈ സംഭവത്തെക്കാൾ കേരളത്തെ പിടിച്ചുലച്ചത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നടത്തിയ ആ വാർത്താ സമ്മേളനമാണ്. തൻ്റെ സുരക്ഷാ ജീവനക്കാരുടെ മർദ്ദനത്തെ പരസ്യമായി ന്യായീകരിച്ച മുഖ്യമന്ത്രി അത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് വിശേഷിപ്പിച്ചു. ആ രക്ഷാപ്രവർത്തനം എന്ന പ്രയോഗം വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറി. പക്ഷെ തെരുവിൽ വീണ ആ ചോരയും ഭരണകൂടത്തിൻ്റെ ആ മർദ്ദനവുമാണ് AD തോമസ് എന്ന യുവാവിനെ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ വളർത്തിയത്. ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ AD തോമസിനെ UDF സ്വാഭാവികമായും സ്ഥാനാർത്ഥിയാക്കി. അപ്പോഴേക്കും സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടായി. UDF അധികാരത്തിൽ വന്നു. AD തോമസ് വൻ ജനപിന്തുണയോടെ ആലപ്പുഴയുടെ ജനപ്രതിനിധിയായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. മറുവശത്ത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി മാറുകയും ചെയ്തു. പുതിയ MLA-മാർക്കായുള്ള ക്ലാസ്സിനിടയിലാണ് തെരുവിലെ കൈപ്പേറിയ ഓർമ്മകളെല്ലാം മാറ്റിവെച്ച AD തോമസ് പിണറായി വിജയന്റെ അടുത്തേക്ക് നടന്നു ചെന്നത്. തൻ്റെ തലതല്ലി പൊളിച്ചവരുടെ അന്നത്തെ നായകന്റെ കൈകൾ പിടിച്ച് താൻ ആലപ്പുഴയുടെ പുതിയ MLA ആണെന്ന് തോമസ് മനസ്സുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തി. ഈ ചിത്രത്തിന് മാതൃഭൂമി പത്രം നൽകിയ ഒരു അടിക്കുറിപ്പുണ്ട്. നിങ്ങൾ എന്നെ MLA ആക്കി എന്ന്. പണ്ട് തോപ്പിൽ ഭാസി എഴുതിയ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൻ്റെ പേരിനെ ഓർമ്മിപ്പിക്കുന്ന കടുത്ത ഒരു രാഷ്ട്രീയ പരിഹാസമായിരുന്നു അത്. അന്ന് തെരുവിൽ വെച്ച് അടിച്ചമർത്താൻ നോക്കിയ ആ രക്ഷാപ്രവർത്തനം തന്നെയാണ് തോമസിനെ ജനപ്രതിനിധിയാക്കിയതും. ഇന്ന് പിണറായി വിജയൻ ഇരിക്കുന്ന അതേ സഭയിലേക്ക് ഒരു MLA ആയി തോമസിന് വഴി തുറന്ന് നൽകിയതും. കാലം മാറുമ്പോൾ കഥയും മാറുമെന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണം ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ വേറെ എന്തുണ്ട് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. അന്ന് തെരുവിൽ ചോരയൊലിപ്പിച്ച് നിന്ന ആ യുവാവ് ഇന്ന് അതേ ഭരണാധികാരിയുടെ മുന്നിൽ തലയോർത്ത് നിൽക്കുന്നു. ഇതാണ് ജനാധിപത്യം, ഇതാണ് കേരള രാഷ്ട്രീയം, ഇതാണ് ജനാധിപത്യത്തിൻ്റെ മഹിതമായിട്ടുള്ള സൗന്ദര്യം.